എൻ്റെ പേര് അലിഡ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. എനിക്ക് അബ്രോഡ് പോയി വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 5 വർഷമായി. ഞാനാണ് ഇതിൻ്റെ ഇടയ്ക്ക് അബ്രോഡിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പല കാരണങ്ങളാലും അത് തടസ്സപ്പെട്ടിരുന്നു. അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് 2023 എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഈശോയോട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ദിവ്യകാരുണ്യ ആരാധന കൂടുന്നുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം പകുതി എത്തിയപ്പോൾ എനിക്ക് അടുത്ത കടമ്പയാണ് എക്സാം എഴുതുക എന്ന്. അത് വളരെ ടഫായിരുന്നു. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, എനിക്ക് ഈ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി നീ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണേന്ന്. ഞാൻ ജൂലൈ 23 എക്സാം ഡേറ്റ് എടുത്തു, എഴുതി. എക്സാം വളരെ ടഫായിരുന്നു. ഞാനാണെങ്കിൽ വിശുദ്ധ കുരിശിനെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പല ഉത്തരങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനവിടെ ഇരുന്ന് മാക്സിമം 5 കൊന്തി എത്രയും തെളിമാതാവ് എല്ലാം ചൊല്ലിത്തീർത്തു. അറിയാവുന്ന പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചു. കണ്ണടച്ചിരിക്കുമ്പോൾ മാതാവ് എനിക്ക് ഓരോ ഉത്തരങ്ങളും പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഞാനത് എഴുതി. അത് കഴിഞ്ഞിട്ട് എക്സാം ഹാളിൽ നിന്ന് എഴുതി. വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു. ഞാൻ തുടർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഉപവാസ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൻ്റെ ഫസ്റ്റ് ദിവസം ഞങ്ങൾക്ക് പകുതിയെ കൂടാൻ പറ്റുള്ളൂ. പലയിടത്തും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് എന്നെ മാറ്റിവെച്ചു. ഞാൻ അച്ഛനെ കണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിച്ചു. പാസ്പോർട്ടും വെഞ്ചരിച്ചു. ഞാനത് കഴിഞ്ഞ് വീട്ടിൽ പിറ്റേ ദിവസം 31-ാം തീയതി ഞാൻ രാവിലെ എഴുന്നേറ്റ് മെയിൽ ചെക്ക് ചെയ്തപ്പോൾ കർത്താവ് എനിക്ക് ഉന്നത വിജയം നൽകിയിരിക്കുന്നു, ഞാൻ പ്രതീക്ഷയെക്കാളിലും കൂടുതൽ. അതോടൊപ്പം എനിക്കിതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിസയ്ക്ക് ഭയങ്കര തടസ്സമായിരുന്നു. അന്ന് രാത്രി തന്നെ എനിക്ക് വിസയും തന്ന എൻ്റെ ദൈവം അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ദിവ്യകാരുണ്യ ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാണാട്ടച്ചനും മറ്റ് ദൈവങ്ങൾക്കും ഒരുപാട് നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി.